വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എനിക്ക് സുഖമാണ്. സോ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമുക്ക് എന്തെങ്കിലും പാർട്ടിയോ സ്പെഷ്യൽ ഒക്കേഷനോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് കണ്ണെഴുതാൻ പറ്റുന്ന ഒരു 4 മെത്തേഡാണ് ഞാനിന്നിവിടെ കാണിക്കുന്നത്. എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണ്. സോ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, തൊട്ടടുത്തായിട്ട് വരുന്ന ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്യുക. ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. സോ നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോകാം. ഫസ്റ്റ് ഓഫ് ഓൾ എൻ്റെ കണ്ണ് അത്ര വലിയ കണ്ണൊന്നുമല്ല, ജസ്റ്റ് ഒരു നീളമുള്ള ഒരു പൊടിക്കൊരു നീളമുള്ള കണ്ണാണ്. ആൻഡ് ഞാനിവിടെ എടുക്കുന്നത് എൻ്റെ കയ്യിലുള്ളൊരു കാജലാണ്. നിങ്ങളുടെ കയ്യിൽ ഏത് ടൈപ്പ് ഓഫ് കാജലാണെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു ലുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കാം. അപ്പോൾ ഞാൻ വാട്ടർ ലൈനും ടൈൽ ലൈനും ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ദെൻ ഞാനിവിടെ വരയ്ക്കുന്നത് വളരെ പരക്കെയാണ്. ഐ മീൻ നമ്മൾ ഈ കരിമഷിയൊക്കെ വരയ്ക്കുന്നത് പോലെ കുറച്ച് പരക്കെയാണ് വരയ്ക്കുന്നത്. നിങ്ങൾക്കത് വരയ്ക്കുന്നത് കാണുമ്പോൾ മനസ്സിലാവും. ദെൻ ഞാൻ 2 ഐസും ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മളത് യൂണിഫോമായിട്ട് 2 ഐസിലും ചെയ്ത് കൊടുക്കുക കേട്ടോ. എത്ര ചെറിയ കണ്ണുള്ളവർക്കാണെങ്കിലും എത്ര പൊടി കണ്ണുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു ലുക്കിൽ നമുക്ക് ഇച്ചിരി വലിപ്പം തോന്നിച്ചെടുക്കാൻ പറ്റും. ആൻഡ് ഇവിടെയും ഞാൻ മുകളിലും വരച്ചു കൊടുക്കുന്നുണ്ട്. ദെൻ മുകളിൽ വരയ്ക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുകയെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ, ചിലപ്പം ചിലർക്ക് മുകളിലൊക്കെ വരയ്ക്കുമ്പോഴത്തേക്കും കണ്ണിൽ നിന്ന് വെള്ളം എടുക്കും. അപ്പം അങ്ങനെയുള്ളൊരു ഭയങ്കര സാഹസപ്പെട്ട് വരയ്ക്കേണ്ട എന്നാണ് എൻ്റെ ഒരു ഇത്. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടം പോലെ വരയ്ക്കാം. ദെൻ നമ്മുടെ ആ ഒരു എൻഡ് പോയിൻറ്റും കൂടെ ഫിനിഷ് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ആ ഒരു അപ്പം നമുക്കതൊരു യൂണിഫോമായിട്ട് കിട്ടും. 2 ഐസിൽ നമ്മൾ മുകളിൽ ചെയ്ത് കൊടുക്കുക. ദെൻ അതൊരു യൂണിഫോമായിട്ട് കിട്ടും. അങ്ങനെ അത് കുറച്ച് തിക്കായിട്ട് നമ്മുടെ കണ്ണിന് കുറച്ച് വലിപ്പം തോന്നിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ വരച്ച് കൊടുക്കുന്നത്. ആൻഡ് ഓക്കെ, അപ്പോൾ 2 സൈഡ് നന്നായിട്ട് വന്നിട്ടുണ്ട്, യൂണിഫോമായിട്ട് വന്നിട്ടുണ്ട്. ദെൻ നമ്മൾ ആ ഒരു എൻഡ് പോയിൻറ്റ് നമ്മൾ നേരത്തെ വരച്ചു കൊടുത്തതിൽ എൻഡ് പോയിൻ്റ് ഒന്ന് ഫിനിഷ് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് വാലിട്ട പോലെ എന്നല്ല, ആ ഒരു എൻഡ് പോയിൻ്റ് ഒന്ന് ഫിനിഷ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പം കരിമഷി എഴുതിയിരിക്കുന്നത് പോലെയാണ് ഞാൻ വരച്ചു കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ആ ഒരു ലുക്ക് നമുക്ക് കണ്ടറിയാമല്ലോ, കുറച്ച് വലിപ്പം തോന്നുന്നുണ്ട് കണ്ണിന്. ഓക്കെ, അപ്പോൾ ഇതാണ് ഫസ്റ്റ് ചെയ്യാനുള്ളത്. ദെൻ നമ്മുടെ കയ്യിലുള്ള ഒരു ഐലൈനർ എടുക്കുക. നിങ്ങളുടെ കയ്യിൽ ഏത് ടൈപ്പ്, ഞാനിപ്പോൾ ഒരു ഡാസ്ലറിൻ്റെ ഐലൈനറാണ് എടുത്തേക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ എന്ത് ഐലൈനറാണ് ഉള്ളതെങ്കിലും ആ ഒരു ഐലൈനർ എടുക്കുക. ദെൻ നമ്മൾ മുകളിൽ കൂടെ വരച്ചു കൊടുക്കുക. ഞാൻ അത്ര വലിയ തിക്കായിട്ടല്ല വരയ്ക്കുന്നത്, എങ്കിലും ജസ്റ്റ് വളരെ തിന്നായിട്ടുമല്ല, എനിക്ക് ഒരു മീഡിയം ലെവലിലാണ് വരച്ചു കൊടുക്കുന്നത്. ദെൻ നമ്മൾ നേരത്തെ വരച്ചിട്ടുള്ള ആ ഒരു പോയിൻറ്റിൽ അത് ഫിനിഷ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ആ ഒരു ഐലൈനർ നേരത്തെ വരച്ചിട്ടുള്ള കാജലുമായിട്ട് എൻഡ് പോയിൻറ്റിലൊന്ന് ഫിനിഷ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ മറ്റേ ഐസിൽ നമ്മൾ അതേപോലെ തന്നെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക, അതേപോലെ വരച്ചു കൊടുക്കുക. വരയ്ക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളതെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ വരച്ചിട്ടുണ്ടായിരുന്നില്ലേ കാജൽ വെച്ചിട്ട്, അപ്പോൾ ആ ഒരു എൻഡ് പോയിൻറ്റിൽ തന്നെ ഈ ഒരു ഐലൈനറിൻ്റെ ആ ഒരു എൻഡ് പോയിൻറ്റും കൂടെ ആയിട്ട് നമ്മളത് നന്നായിട്ട് ഫിനിഷ് ചെയ്ത് കൊടുക്കുക. എന്നാലേ നമുക്കതൊരു യൂണിഫോമായിട്ട് കിട്ടത്തുള്ളൂ. ഞാൻ അതിനുശേഷം ഒരു ഐ ഷാഡോ ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. അത് പക്ഷേ ഞാൻ വീഡിയോയ്ക്കകത്ത് കാണിച്ചിട്ടില്ല. നിങ്ങൾക്ക് ഇഷ്ടം പോലെ ചെയ്യാം. നിങ്ങൾക്ക് ഐ ഷാഡോ ഇടാൻ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഇടാം, അല്ലെങ്കിൽ ഇട്ടില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. ദെൻ ഞാൻ താഴത്തെ ആ ഒരു ലൈനൊന്ന് തിക്കാക്കി കൊടുക്കുവാണ്. നേരത്തെ ഞാൻ ജസ്റ്റ് ഒന്ന് വരച്ചിട്ടല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം കണ്ണിന് ജസ്റ്റ് ഒന്ന് പൊടിക്കുന്ന വലിപ്പം തോന്നിക്കാൻ വേണ്ടിയിട്ട് ഞാൻ താഴത്തെ ആ ഒരു ലൈനും കൂടെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുവാണ്, തിക്കാക്കി കൊടുക്കുവാണ്. അപ്പോൾ നമുക്ക് ഇച്ചിരി വലിപ്പം തോന്നിക്കും കണ്ണ്. ദെൻ ഈ ഒരു മെത്തേഡെന്ന് വെച്ചാൽ എത്ര പൊടിയായിട്ടുള്ള കണ്ണുള്ളവർക്കും എത്ര കുഴിഞ്ഞ കണ്ണുള്ളവർക്കും ആ ഒരു ടൈപ്പ് ഓഫ് കണ്ണൊക്കെ ഉണ്ടല്ലോ, ആ ഒരു കണ്ണിനൊക്കെ ഇച്ചിരി വലിപ്പം തോന്നിക്കാൻ വേണ്ടിയിട്ട്, ഇച്ചിരി നീളം തോന്നിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ലുക്ക് എല്ലാവർക്കും ക്രിയേറ്റ് ചെയ്ത് നോക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ലുക്ക് എന്ന് പറയുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കാം. എൻ്റെ കുറച്ച് പൊടിയായിട്ടുള്ള കണ്ണാണെങ്കിൽ കൂടി ഈ ഒരു ലുക്കിൽ കൂടെ നമുക്ക് കുറച്ചൊരു വലുപ്പം തോന്നിക്കാനായിട്ട് സാധിക്കും. നല്ലൊരു ലുക്കാണ്. എന്തായാലും എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ സെക്കൻഡ് ലുക്ക് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടത് ഒരു മസ്കാരയും ഒരു ഐലൈനറുമാണ്. മസ്കാര എൻ്റെ കയ്യിലിരിക്കുന്നത് മെബലിൻ്റെ മസ്കാരയാണ്. ഐലൈനർ നേരത്തെ എടുത്ത പോലെ തന്നെ ഡാസ്ലറിൻ്റെ ഐലൈനറും. നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള ഏത് മസ്കാര ആണെങ്കിലും ഏത് ഐലൈനർ ആണെങ്കിലും എടുക്കാം, അതിനൊന്നും യാതൊരു കുഴപ്പമില്ല. ദെൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ഐ ഷാഡോ ഇതിന് നമുക്ക് വരയ്ക്കുന്നതിന് മുന്നേ ഇട്ട് കൊടുക്കാം. ഒരു ഭംഗിക്ക് ഇട്ട് കൊടുത്തില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. ഈ ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ മോസ്റ്റ് എല്ലാവരും യൂസ് ചെയ്യുന്നൊരു മെത്തേഡാണ്. ജസ്റ്റ് ഒന്നുമില്ല, നമ്മൾ മുകളിൽ കൂടെ വരച്ചിട്ട് ജസ്റ്റ് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുവാണ്. ജസ്റ്റ് ഒരു വാലിട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുവാണ്, അത്രേ ഉള്ളൂ. പക്ഷേ എന്ന് വെച്ചാൽ ഇതൊരു ഭയങ്കര ഈസി ആയിട്ടുള്ള മെത്തേഡാണ്. ബട്ട് നമ്മൾ ആ ഒരു വരയ്ക്കുന്ന ആ ഒരു വരയിലാണ് കാര്യം ഇരിക്കുന്നത്. ബിക്കോസ് നമ്മൾ വരയ്ക്കുമ്പോൾ
വരയ്ക്കുമ്പോൾ അത്ര അങ്ങ് തിന്നും ആക്കരുത്, എന്നാൽ ഒത്തിരി അങ്ങ് തിക്കും ആക്കരുത്. ആ ഒരു ലെവലിൽ വരയ്ക്കുക. കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്യുന്ന എക്സ്റ്റെൻഡ് ചെയ്യുന്ന ആ ഒരു വാല് പോലത്തെ ആ ഒരു സംഭവം, മീൻസ് എക്സ്റ്റെൻഡ് ചെയ്യുന്ന ആ ഒരു ലൈനും ഭയങ്കര കുറച്ച് തിക്കാക്കി വരച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് ആ ഒരു ഭംഗിക്ക് കിട്ടും. ഇത് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്നൊരു മെത്തേഡാണ്. കാരണം നമുക്ക് പുറത്തോട്ട് പോകുമ്പോഴാണെങ്കിലും ഒക്കെ നമുക്ക് ഈസി ആയിട്ട് വരയ്ക്കാനും പറ്റുന്ന മെത്തേഡാണ്. ഇച്ചിരി ജസ്റ്റ് ഒന്ന് കൈ ഒന്ന് സെറ്റായി കഴിഞ്ഞാൽ നമുക്കിത് എപ്പോഴും വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റുന്നൊരു മെത്തേഡാണ്. ഭയങ്കര ഹെവി ആയിട്ടൊന്നും തോന്നത്തില്ല. എങ്കിലും നമുക്ക് പൊടിയായിട്ട് കണ്ണുള്ളവർക്ക് ഇച്ചിരി വലിപ്പം തോന്നിക്കാൻ വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു മെത്തേഡാണിത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ള മെത്തേഡാണ്. ജസ്റ്റ് ആ ഒരു തിക്ക് ലൈൻ ഒന്ന് വരച്ചു കൊടുക്കുക, അത്രയേ ഉള്ളൂ. 2 കണ്ണിലും ഒരേപോലെ വരച്ചു കൊടുക്കുക. ആ ഒരു എൻഡ് പോയിന്റിൽ കുറച്ച് തിക്കാക്കി കൊടുക്കുന്നതിനകത്താണ് ആ ഒരു ലുക്ക് ഇരിക്കുന്നത്, മീൻസ് ആ ഒരു ലുക്കിൻ്റെ ഒരു ഫിനിഷിങ് ഇരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ സെക്കൻഡ് ലുക്ക് എന്ന് പറയുന്നത്. വളരെ ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. ആ ഒരു എൻഡ് പോയിന്റ് നല്ല രീതിയിൽ തന്നെ ഫിനിഷ് ചെയ്യുമ്പോൾ നമുക്ക് നല്ലൊരു ഷേപ്പായിട്ട് കിട്ടും. അത്യാവശ്യം തിക്കായിട്ട് തന്നെ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് നല്ലൊരു ഷേപ്പിന് കിട്ടും. അപ്പോൾ ഇതാണ് നമ്മുടെ സെക്കൻഡ് ലുക്ക് എന്ന് പറയുന്നത്. അത്യാവശ്യം കുഞ്ഞു കണ്ണൊക്കെ ഉള്ളവർക്ക് ചെയ്തു നോക്കാൻ പറ്റിയ അത്യാവശ്യം വലുപ്പം തോന്നുന്ന ഒരു നല്ലൊരു മെത്തേഡാണിത്. സോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ദെൻ മസ്കാര ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഐലൈനറിൻ്റെ ആ ഒരു സ്റ്റിക്ക് വെച്ച് തന്നെ നമുക്ക് കൺപീലിൽ വരച്ചു കൊടുക്കാം, നല്ല ഭംഗിയായിട്ടിരിക്കും. ദെൻ മസ്കാര ഉള്ളവരാണെന്നുണ്ടെങ്കിൽ മസ്കാര എടുക്കുക. അപ്പോൾ നമുക്ക് ആ ഒരു ലുക്ക് നല്ല രീതിയിൽ ഫിനിഷ് ചെയ്യാൻ പറ്റും. ദെൻ നമ്മുടെ ആ ഒരു കൺപീലി വരച്ചു കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു കണ്ണ് നല്ല വിടർന്നിരിക്കാനും ഇച്ചിരി വലുപ്പം തോന്നിക്കാനും ഒക്കെ ആയിട്ട് അത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. സോ താഴെ ഒന്ന് ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ആ ഒരു കണ്ണ് നല്ല അത്യാവശ്യം നല്ലൊരു ലുക്കായിട്ട് വരും. ഓക്കെ, അപ്പോൾ നമ്മൾ മുകളിലും താഴെയും ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത ലുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഐലൈനറാണ് എടുക്കുന്നത്. നമ്മൾ നേരത്തെ വരച്ചതുപോലെ തന്നെ സിമിലർ ആയിട്ടുള്ള ഒരു മെത്തേഡാണിതും. ബട്ട് ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ വരച്ചതിനേക്കാളും ഇത് കുറച്ച് മുകളിലോട്ടാണ് നമ്മൾ ലൈൻ വരച്ചു കൊടുക്കുന്നത്. ആ ഒരു തിക്ക് ലൈനിൽ കൂടെ ആദ്യം ജസ്റ്റ് വരച്ചിട്ട് മുകളിൽ വരച്ചിട്ട് അതിൽ നിന്ന് ബാക്കി നമ്മൾ ഫിനിഷ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങ് അറ്റം വരെ എക്സ്റ്റെൻഡ് ചെയ്ത് ഫിനിഷ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. മറ്റതിൽ നമ്മൾ അറ്റത്ത് കൊണ്ടുവന്ന് ടെയിൽ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. ബട്ട് ഇതെന്ന് വെച്ചാൽ കുറച്ച് മുകളിലായിട്ട് ഒരു തിക്ക് ലൈൻ വരച്ചിട്ട് അതിൽ നിന്ന് പിന്നെ ബാക്കി നമ്മൾ കണ്ടിന്യൂ ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇത് നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന മെത്തേഡാണ്. നിങ്ങൾക്ക് മറ്റേത് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ, വരച്ചിട്ട് സ്യൂട്ട് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്നതാണ്. ഇതും നമുക്ക് ഈസി ആയിട്ട് വരച്ചെടുക്കാൻ പറ്റുന്നതാണ്. ഞാൻ അതിനുശേഷം ഐഷാഡോ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഐഷാഡോ ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് മസ്കാര എടുത്തിട്ട് ജസ്റ്റ് ആ ഒരു കൺപീലിയിൽ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ആ ഒരു കണ്ണ് വിടർന്ന പോലെ തന്നെ ഫീൽ ചെയ്യും. നമുക്ക് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും പ്രത്യേകം ശ്രദ്ധിക്കുക എന്ന് വെച്ചാൽ ആ ഒരു ലൈൻ തിക്കാക്കി വരയ്ക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് നല്ലൊരു ലുക്കായിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ആ ഒരു ലുക്ക് നെക്സ്റ്റ് കണ്ണിലും ചെയ്ത് നോക്കാം. നെക്സ്റ്റ് കണ്ണിൽ ഞാൻ സെയിമായിട്ട് തന്നെയാണ് വരയ്ക്കുന്നത്. പക്ഷേ എൻ്റെ ഈ ഒരു കണ്ണിൽ ജസ്റ്റ് ഒരു കുരു പോലൊരു സംഭവമുണ്ട്, ഒരു അരിമ്പാറ ലൈക്ക് ആ ഒരു ടൈപ്പ് ഓഫ് എന്തോ ഒരു സംഭവം നിൽപ്പുണ്ട്. അപ്പോൾ അതൊന്ന് എക്സ്ക്യൂസ് ചെയ്തേക്കാം. ദെൻ നമുക്ക് ആ ഒരു മെത്തേഡ് തന്നെ വരച്ചു കൊടുക്കാം. ജസ്റ്റ് ആ വരയ്ക്കുന്ന ആ ഒരു വര നല്ല തിക്കായിട്ട് വരച്ചു കൊടുക്കുക. അതിൽ നിന്ന് തന്നെ ജോയിൻ ചെയ്ത് ബാക്കിയൊന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുക.
നമ്മുടെ ഈ ലുട്ടാപ്പി മായാവിയുടെയൊക്കെ പോലെ കുറച്ച് ടെയിലായിട്ടുള്ള ആ ഒരു കണ്ണാണ്. അതുപോലെ ഇരിക്കുന്നില്ലേ? ഓക്കെ. അപ്പോൾ ഈ ഭയങ്കര ഹെവി ആയിട്ടൊന്നും വരയ്ക്കാൻ ഇഷ്ടമില്ലാത്തവർക്കുണ്ടെങ്കിൽ, കുറച്ച് കണ്ണ് വലിപ്പം തോന്നിക്കണം എന്നുള്ളവർക്കാണെങ്കിൽ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന മെത്തേഡാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ തേർഡ് ലുക്ക് എന്ന് പറയുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അടുത്തത് ഞാൻ സ്മോക്കി ആയി ടൈപ്പ് ഓഫ് ആ ഒരു ലുക്കാണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ കയ്യിലുള്ള ബ്ലാക്ക് ഐ ഷാഡോ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇത് ഞാൻ പാർലറിലൊക്കെ ചെയ്യുന്ന പോലെ, അല്ലെങ്കിൽ ഐ മേക്കപ്പ് ഒക്കെ ചെയ്യുന്നത് പോലെ ഭയങ്കര ഹെവി ആയിട്ടുള്ള ഒരു സ്മോക്കി ഐ, ആ ഒരു ടൈപ്പ് ഓഫ് ഐ അല്ല ക്രിയേറ്റ് ചെയ്യുന്നത്. ജസ്റ്റ് നമുക്ക് കണ്ണൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാനും കണ്ണൊരു ഭംഗിക്ക് ഇരിക്കാൻ വേണ്ടിയിട്ടൊരു മെത്തേഡാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഭയങ്കര ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു മെത്തേഡാണ്. ഞാൻ ഐ ഷാഡോ, ആ ഒരു ഡാർക്ക് ഐ ഷാഡോ എന്ന് വെച്ചാൽ ഡാർക്ക് കളർ ഐ ഷാഡോ ഞാൻ എടുത്തിട്ട് ഭയങ്കരമായിട്ട് അങ്ങ് ഡാർക്ക് ആക്കുന്നില്ല. എങ്കിൽ ഒരു മീഡിയം ടൈപ്പ് ഓഫ് അങ്ങനെയാണ് ഞാൻ ഐ ഷാഡോ ഇട്ട് കൊടുത്തേക്കുന്നത്. ജസ്റ്റ് ഒന്ന് കണ്ണൊന്ന് ഡാർക്കാക്കി കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട് നമ്മൾ നമ്മുടെ കയ്യിലുള്ള ഒരു ഡാർക്ക് കളർ ഐ ഷാഡോ ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ കയ്യിലുള്ള കാജൽ എടുക്കുക. കാജൽ എടുത്തിട്ട് നമുക്ക് തിക്കായിട്ടൊരു ലൈൻ വരച്ചു കൊടുക്കുക. നന്നായിട്ട് തിക്കായിട്ട് തന്നെ വരച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മുടെ കയ്യിലുള്ള ബഡ്സോ അല്ലെങ്കിൽ ഈ ഐ ഷാഡോയുടെ ബ്ലെൻഡർ ഉപയോഗിച്ചിട്ടോ നമുക്ക് ഇതൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാൻ ബഡ്സ് ഉപയോഗിക്കാൻ പറയില്ല, കാരണം എന്ന് വെച്ചാൽ അത് ചിലപ്പോൾ മാഞ്ഞു പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അതിട്ട് നന്നായിട്ടും ബ്ലെൻഡ് ചെയ്യുന്നവർക്ക് പ്രശ്നമൊന്നുമില്ല, അത് അങ്ങനെ തന്നെ യൂസ് ചെയ്യാം. അല്ലാത്തവർ ഈ ഒരു ഐ ഷാഡോയുടെ പെല്ലറ്റ് വെച്ചിട്ട്, ഐ ഷാഡോയുടെ ആ ഒരു ബ്ലെൻഡർ വെച്ചിട്ട് നമുക്ക് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. ഭയങ്കര തിക്കാക്കി ഞാൻ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നില്ല, ജസ്റ്റ് നമ്മുടെ ആ ഒരു ഒന്ന് സ്പ്രെഡ് ചെയ്യുന്ന പോലെ ഞാൻ ചെയ്ത് കൊടുക്കുന്നുള്ളൂ. ഒന്ന് ഡാർക്കാക്കി സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക, അത്രേ ഉള്ളൂ. മറ്റേ കേസും സെയിം ആയിട്ട് തന്നെ ഞാൻ കാജൽ ഉപയോഗിച്ചിട്ട് തിക്കായിട്ട് വരച്ചു കൊടുത്തിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ ഭയങ്കര ഹെവി ആയിട്ടുള്ളൊരു സ്മോക്കി അല്ല കേട്ടോ ചെയ്ത് കൊടുത്തേക്കുന്നത്. ഭയങ്കര സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ടുള്ളൊരു ഐ മേക്കപ്പാണ് ചെയ്ത് കൊടുത്തേക്കുന്നത്. ദെൻ നമുക്ക് മസ്കാര എടുക്കാം. മസ്കാര എടുത്തിട്ട് നമ്മുടെ കൺപീലിയിൽ ജസ്റ്റ് ഒന്ന് കൺപീലിയിലൊന്ന് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. ഭയങ്കര ഹെവി ആയിട്ടുള്ള മെത്തേഡൊന്നും അല്ല, വളരെ സിമ്പിളായിട്ടുള്ള മെത്തേഡാണ്. എത്ര പൊടിക്കണ്ണുള്ളവർക്കും കുഞ്ഞിക്കണ്ണുള്ളവർക്കും ഒക്കെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള 4 മെത്തേഡാണ് ഞാൻ കാണിച്ചിട്ടുള്ളത്. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. കുറച്ചൊന്ന് വലുതാക്കി കാണിക്കാൻ വേണ്ടിയിട്ട്, കണ്ണ് വലുതാക്കി കാണിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന മെത്തേഡാണിത്. അപ്പം ഈ മെത്തേഡ് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. സോ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരേക്കും എല്ലാവർക്കും ടാറ്റാ.